എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഇപ്പോൾ മെൻസസ് പീരീഡിലാണ് എങ്കിൽ ഒന്ന് എനിക്ക് ഹായ് പറയണേ. ഈ വീഡിയോയ്ക്ക് താഴെ കഴിയുമെങ്കിൽ ഒരു ഹായ് പറയണേ. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ പറയുമെന്നും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രത്തോളം നിങ്ങളൊരു കുലസ്ത്രീകളല്ല എൻ്റെ വീഡിയോ കാണാൻ വരുന്ന ആളുകൾ എന്നൊരു ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഇനി എന്തുകൊണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഇത് കേട്ടോളൂ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ബിജെപി നേതാവ് ആർ ശ്രീലേഖ ആർത്തവം പുറത്തറിയുന്നത് നാണക്കേടെന്ന് FB പോസ്റ്റിൽ പരാമർശം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാന് ഈ ഒരു വർഗത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഗതി എന്താ വരാത്ത, ഇവന്മാർ ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചതുള്ളൂ. പക്ഷേ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിന്റെ പോലീസ് എന്ന് പറയുന്ന ഒരു മേഖലയുടെ ഏറ്റവും തലപ്പത്ത് നിന്നിരുന്ന ഈ ഒരാളിൽ നിന്ന് സത്യം പറയാലോ, ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. 100% ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നേ. നോക്കൂ, നമ്മുടെ ഗവൺമെന്റ് VD സതീശൻ ഗവൺമെന്റ് വലിയ ചെലവില്ലാത്തൊരു പരിപാടി കൊണ്ടുവന്നു. ബാക്കിയുള്ളതൊക്കെ വലിയ വമ്പൻ ചെലവാണ്, അതുകൊണ്ടായിരിക്കാം വലിയ ചെലവില്ലാത്ത പരിപാടി കൊണ്ടുവന്നു. നല്ല പരിപാടിയാണ്. ഞാനിതിനെ ചെലവില്ലാത്ത പരിപാടിയാണെന്ന് വിളിക്കുകയാണെങ്കിലും അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷെ അത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ചതിൽ എനിക്ക് നല്ല ആക്ഷേപമുണ്ട്. എന്താണ്, സ്കൂൾ കുട്ടികൾക്ക് ഈ ഒരു പക്ഷെ ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും 8ാം ക്ലാസ്സിന് മുമ്പ് തന്നെ പലപ്പോഴും കുഞ്ഞുങ്ങൾ മെൻസസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് കുട്ടികൾ എത്താറുണ്ട്. എന്തായാലും അതൊരു ശാരീരിക പ്രവർത്തനമാണ്. ഈ ശാരീരിക പ്രവർത്തനം മാസം തോറും അവർക്ക് ഉണ്ടാവാറുണ്ട്. മിക്കവാറും 28 ദിവസത്തിന് ആ ഒരു ചാക്രിക ദിനത്തിലാണ് പലപ്പോഴും ഇത് ഉണ്ടാവാറുള്ളത്. ഈ സമയത്ത് ചിലർക്ക് അപാരമായ വേദന ആയിരിക്കും, ചിലർക്ക് 2-3 ദിവസം നല്ല വേദന ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഇതൊന്നും അത്ര വേദനകളൊന്നും ഫീൽ ചെയ്യാത്ത ആളുകളുണ്ട്. ചില ആളുകൾക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും, കയ്യും കാലൊക്കെ വേദനിക്കുന്ന ആളുകളുണ്ട്, നട്ടല് വേദനിക്കുന്ന ആളുകളുണ്ട്. ഇതെന്താണ് ഇത് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ആളുകൾക്ക് മന്ത്ലി ഈ ഒരു ഗർഭധാരണത്തിലുള്ള ഒരു പ്രോസസ്സ് ഇവരുടെ ഗർഭാശയത്തിൽ നടക്കും. അപ്പോൾ ഒരു ചെറിയൊരു പാട പോലെ സംതിങ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ സംഗതി ഒരു ടൈം കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പിന്നെ ഇത് പുറന്തള്ളണം. അത് പുറന്തള്ളുമ്പോൾ യോനിയിൽ കൂടി ഇത് ഒരല്പം രക്തവുമായിട്ടാണ് പുറത്തേക്ക് വിടുക. ചിലർക്ക് അത് രക്തവുമായിട്ട് പുറത്തേക്ക് പോകുന്നത് നല്ല വേദന ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ശരി, ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞതിന്റെ ഭാഗമായിട്ട് VD സതീശൻ മേനോൻ ഗവൺമെന്റ് തീരുമാനിച്ചു കുട്ടികൾക്ക് ഒരു ആർത്തവ അവധി കൊടുക്കാം. 3 ദിവസം അവധി. നല്ല കാര്യം, അഭിനന്ദനാർഹം. ഞാൻ ഇത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ, അഭിനന്ദനാർഹം. കാരണം പക്ഷെ എൻ്റെ ഒരു ആക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമായിട്ട് ഇത് ചുരുക്കുന്നത് ശരിയല്ല. അവിടെ അധ്യാപികമാരില്ലേ, സ്ത്രീകളായിട്ടുള്ള മറ്റുള്ള ആളുകളില്ലേ, അവർക്കും ഇത് വേണ്ടേ? അവരും വേദന സഹിച്ച് പിടിച്ചിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ് എടുക്കണം എന്നാണ് പറയുന്നത്. അവർക്കും അവധി വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ അവധി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കാനുള്ള ഡേയ്സിന്റെ കുറവുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവരിനി ഈ ഒരു ഗവൺമെന്റ് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ അവിടെ എടുക്കട്ടെ, അതൊക്കെ നമുക്ക് മെല്ലെ ഫേസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ശ്രീലേഖ IPS എന്ന് പറയുന്ന BJP-കാരിയായ തന്റെ ഈ ഒരു പ്രൊഫഷൻ കഴിഞ്ഞ ശേഷം BJP-യാണ് നാടിന് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിറങ്ങിയ അവരിതറ പറഞ്ഞിരിക്കുന്നു, ആർത്തവം എന്ന് പറയുന്ന പരിപാടി പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മോശക്കേടാണത്രേ. എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സ്ത്രീകളോട് ബഹുമാനത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആർത്തവം എന്ന് പറയുന്നത് ഒരു മോശം പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? വൃത്തിയായിട്ട് ചോദിക്കുന്നത്. ഉണ്ട് എങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ല എങ്കിൽ ഇല്ല എന്നും എന്തുകൊണ്ട് ഇല്ല എന്നുകൂടി എഴുതാനുള്ള ഒരു ആർജവം ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകളായിട്ടുള്ള കേൾവിക്കാർ തീർച്ചയായിട്ടും എഴുതണം എന്ന് തന്നെ പറയുന്നു കേട്ടോ. എന്തായാലും ഇത് കേൾക്കാം. അവധിക്ക് പകരം വൃത്തിയുള്ള ശൗചാലയങ്ങളും നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും നൽകിക്കൂടെ എന്നും ചോദ്യം. ഈ ഒരു സംഗതി കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നല്ല വൃത്തിയുള്ള ശൗചാലയങ്ങൾ ഇല്ല എന്ന്. എന്റെ പൊന്നു സുഹൃത്തെ, നമ്മുടെ സ്കൂളുകളൊക്കെ മാറി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അപാരമായിട്ടുള്ള മാറ്റം നമ്മുടെ സ്കൂളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. വൃത്തിയുള്ള ശൗചാലയങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഈ കൊട്ടകയിലും ആ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം നിൽക്കുന്നുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ഹൈടെക് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ സന്ദർശിക്കൂ. ഗംഭീരമായിരിക്കുന്നു, അടിപൊളി ബാത്റൂമുകളാണ് അവർക്കുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അത് വേണമെങ്കിൽ അംഗീകരിക്കാം, അവർക്ക് നാപ്കിനൊക്കെ കൊടുക്കുന്നുണ്ട്. ചിലയിടത്ത് അത് കൃത്യമായിട്ടും കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് വിതരണം ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെയുള്ളപ്പോൾ തന്നെ രക്ഷിതാക്കള് അത് അവരുടെ ബാഗിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവർക്ക് അറിയാം ഇത് ആവാറായിരിക്കുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം മുമ്പ് തന്നെ ഇത് ബാഗിൽ സൂക്ഷിച്ചു പോകുന്ന ആളുകളുണ്ട്. പലപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ പറയാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്തരം ആളുകളൊക്കെ ഓപ്പണായിട്ട് പറയണം. നിങ്ങൾ അതിൽ നാണക്കേട് വിചാരിക്കരുത്. ഇതൊരു സാധാരണ പ്രോസസ്സാണ്. അത് നിനക്ക് മാത്രമല്ല, നിനക്കും നിന്റെ അമ്മയ്ക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾ അമ്മമാർക്കൊക്കെ ഇത് ഉണ്ട്, അവരുടെ പെങ്ങന്മാർക്കൊക്കെ ഈ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് മോശമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്ന രീതിയിലേക്ക് ഇത് കൊണ്ട് നടക്കരുത് എന്ന് പലപ്പോഴും ഞാനൊക്കെ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയേണ്ടത് എന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. അല്ലാതെ ഇത് എന്തോ ഒരു നാണക്കേട് പരിപാടിയാണ് എന്ന രീതിയിലേക്ക് എടുക്കുന്നത് എന്തൊരു മോശമാണ്. അതെങ്ങനെ നാണക്കേടാവുന്നത്? എന്തായാലും അതിനെക്കുറിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ 1-2 സുഹൃത്തോട് ചോദിച്ചു, അല്ലടേ ഇതൊരു നാണം കെട്ട പരിപാടിയാണോ? അപ്പോൾ അവര് പറഞ്ഞ ചില ഉത്തരങ്ങളൊന്ന് കേൾക്കണേ. അതിപ്പോഴും പുറത്ത് പറയുന്നത് നാണക്കേടെന്ന് പറയുന്നവര് ഒരിക്കലും പുരോഗമന ചിന്താഗതിയിലേക്ക് എത്താത്തവരാണ്. ഇപ്പോഴും അവര് ആ ഒരു പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് അതിനെ അങ്ങനെ കാണുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കാത്തവർ എന്ന് പറയാം. കണ്ടില്ലേ, ഒരാൾ ഉത്തരാണ് കഴിഞ്ഞില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർത്തവത്തെ കുറിച്ചിട്ട് തുറന്ന് സംസാരിക്കണം എന്നുള്ളതാണ്. ആ തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് എന്ത് മാനക്കേട് ഉണ്ടാവാനാണ്? നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു അവയർനെസ് ആണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത്. ഈ ആർത്തവം ഒരു അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മാനക്കേടായിട്ട് കാണുക അല്ലെങ്കിൽ ഒരു നാണക്കേടായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ജന്മം തന്നെ നാണക്കേടായിട്ട് കാണുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. കാരണം ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതും എല്ലാം ഈ ആർത്തവം എന്ന് പറഞ്ഞ ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പണ്ട് മുതൽ ഒരു ടാബു വിഷയമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മളുടെ പല പെൺകുട്ടികൾക്കും ശരിയായ ആരോഗ്യ വിവരങ്ങൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് ഈ പീരീഡ്സ് കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ഹെൽത്ത് ഇഷ്യൂസും എല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഇതിനെക്കുറിച്ച് തുറന്ന് പറയുമ്പോൾ മാത്രമേ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതേപോലെ കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ആർത്തവം എന്ന് പറയുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെയും നമ്മളുടെ അവയർനെസിന്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞിട്ടില്ല. ആർത്തവം എങ്ങനെയാണ് അഭിമാന പ്രശ്നമായിട്ട് മാറുന്നത്? ഈ ആർത്തവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചിലവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. വയറുവേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, തലകറക്കം, അങ്ങനെ എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരിക്കും. കണ്ടില്ലേ, ഇത് 3 പേരെ അഭിപ്രായങ്ങളാണ്. കൃത്യമായിട്ട് പറയുന്നു ഇതെങ്ങനെയാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. ഈ 3 സ്ത്രീകളും ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഒരു അപമാനമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഇനി ഇവർ എഴുതി വെച്ച സംഗതി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചു തരാം. വിദ്യാർത്ഥികൾക്ക് 3 ദിവസം വരെ എല്ലാ മാസവും ആർത്തവാവധി പ്രഖ്യാപിച്ച സർക്കാർ നയം ശരിക്കും പെൺകുട്ടികളെ ശക്തരാക്കുമോ അതോ കൂടുതൽ അബലകളാക്കുമോ? ഇത്രകാലം അബലകളാക്കായിരുന്നു. ആർത്തവമാണ്, എന്താ പറയുക, ഇത് പുറത്തറിയിക്കരുത്, മോശമാണ്, അടങ്ങിയിരിക്കണം, വേറെ പെര കെട്ടി വേറെ താമസിക്കണം, അതൊക്കെയാണ് മോശം. ഈ ആർത്തവത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പണ്ടത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നറിയാവോ? ഇപ്പോഴും തമിഴ്നാട്ടിൽ, ഇപ്പോഴും നമ്മുടെ നാടുകളിൽ അതിലുണ്ടെന്ന് ചില കൊട്ടിലങ്ങളിൽ ഇതൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആർത്തവം മെൻസസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേക മുറിയിലിരിക്കണം, ആരെയും തൊടാൻ പാടില്ല, അടുക്കളയിലേക്ക് കയറാൻ പാടില്ല, കട്ടലപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, കാലാട്ടാൻ പാടില്ല. പിന്നെ എന്തൊക്കെയാണ്, ചില ആളുകളൊക്കെ പണ്ട് ഇവരെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഇരുത്തിയിരുന്നത്. പുറത്തൊരു പ്രത്യേക പെര, ഇതിന് ആർത്തവമുള്ള സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ പെര. ഒന്ന് ആലോചിച്ചൊക്കെ, സ്ത്രീകൾ ചില്ലറയൊന്നല്ല അനുഭവിച്ചിരുന്നത്. പിന്നെ അവർക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ ഹൈജീൻ ആയിട്ടുള്ള വസ്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. തുണി കൊണ്ട്, ഇപ്പോഴും ഉത്തരേന്ത്യയിൽ മണ്ണ് കൊണ്ട് ആർത്തവം തടയുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുകയാണ് പൊതുസമൂഹത്തിൽ നിന്ന്. ഈ സമയത്ത് വേദഗ്രന്ഥങ്ങൾ തൊടാൻ പാടില്ല, അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സ്വാമി സന്ദീപാനന്ദഗിരി എങ്ങനെ പറയുന്നത്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ആർത്തവം സ്ത്രീകൾക്കുണ്ടെങ്കിൽ അവർക്കേ തൊടാൻ കഴിയുള്ളൂ വേദഗ്രന്ഥങ്ങൾ എന്നാ പറഞ്ഞേ. അവർക്കേ തൊടാൻ കഴിയുള്ളൂ, ആ സമയത്തൊക്കെ തന്നെ തൊടാൻ കഴിയുള്ളൂ, ആ സമയത്താണ് തൊടേണ്ടത് എന്നുകൂടി സന്ദീപ് ആനന്ദഗിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ബാക്കി കേട്ടോക്ക്. ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനമാണ്. എന്ത് സ്വകാര്യതയാണോ?
അതിൽ ചിലർക്ക് ചില വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ അല്ലേ. ചിലർക്ക് വളരെ സ്വാഭാവികമായിട്ട് അനുഭവപ്പെടും. ആയിക്കോട്ടെ, ആ സമയം വളരെ കഠിനമായ വേദന ഉണ്ടായിരുന്ന ഞാൻ ഒരിക്കൽ പോലും ഈ കാരണം പറഞ്ഞു സ്കൂളിലോ കോളേജിലോ പോകാതിരുന്നിട്ടില്ല. IPS പരിശീലന സമയത്ത് കഠിന വ്യായാമ മുറകളിൽ നിന്ന് ആ ദിവസം ഞങ്ങൾ പെൺകുട്ടികൾ ഒരിക്കലും മാറി നിന്നിട്ടില്ല. ആയിക്കോട്ടെ, തീരെ വയ്യാത്തപ്പോൾ മാത്രമാണ് അവധി എടുത്തിരുന്നല്ലോ. അതാണ് സ്ത്രീകളുടെ ശക്തി എന്നാ പറയുന്നത്. എന്തായാലും ഈ ഒരു മെൻസ്ട്രൽ ഡിഗ്നിറ്റി അവർക്ക് കൊടുക്കണം എന്നാ പറയുന്നത്. ആ ഒരു മെൻസ്ട്രൽ ഡിഗ്നിറ്റിയാണത്. ഇത്ര കാലം ക്ലാസ് മുറിയിൽ നിന്നും മറ്റോ തനിക്ക് ആർത്തവമാണെന്ന് മാനക്കേട് കൂടി പറയുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പോഴും ക്ലാസ് മുറിയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആർത്തവമാണെന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, മോശമാണ് ഒരു കാര്യമാണ് ആ പെൺകുട്ടി പറയുന്നതെന്ന് ചിന്തിക്കുന്ന ആൺകുട്ടികളാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത് എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവന്മാരെ ആണ് അപ്പുറത്തുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അവളുമാരാണ് അപ്പുറത്തിരിക്കുന്നെങ്കിൽ അതൊക്കെ പണ്ടത്തെ ഏതോ ഒരു ലോകത്ത് ഗുഹാജീവിത കാലഘട്ടത്തിലൊക്കെ ജനിക്കേണ്ട ആളുകളാണ്. 90കളിലൊക്കെ ജനിക്കേണ്ട അവിടുന്ന് ഇപ്പോഴും ബസ് കിട്ടാത്ത ആളുകളാണെന്നൊക്കെ പറയേണ്ടി വരും, ഒരു സംശയമില്ലാതെ. എന്തായാലും അവിടുന്ന് ബസ് കിട്ടാത്ത ആളുകളിൽ പെടുന്ന ഒരാൾ തന്നെയാണ് ശ്രീലേഖ IPS എന്ന് പറയുന്ന ഇവരുമെന്ന് എനിക്ക് തോന്നുന്നു. ക്ലാസ്സിൽ പോകാതിരുന്നാൽ നാട്ടുകാരറിയില്ലേ, നാണക്കേടാകില്ലേ? ക്ലാസ്സിൽ പോകാതിരുന്നാൽ നാട്ടുകാരറിയില്ലേ എന്ന്. എടോ, തനിക്ക് എന്താ ഇതിനൊക്കെ പറയാൻ? എന്തായാലും സുഹൃത്തുക്കളെ, ഇതിന് ഞാൻ പറയുക എന്നതിനേക്കാൾ കൂടുതൽ ഇതിന് ഉത്തരം പറയേണ്ടത് എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, അമ്മമാരുണ്ടെങ്കിൽ, കൊച്ചുങ്ങളുണ്ടെങ്കിൽ, പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മറുപടി കൊടുക്കേണ്ടത് ശ്രീലേഖ IPSനെ പോലുള്ള ആളുകളോടാണ്. ഇത്തരം ചിന്താഗതിയുള്ള ആളുകളെ നമ്മൾ മൂലക്കിരുത്തേണ്ടതാണ്. എന്തായാലും ജനങ്ങൾ മൂലക്കിരുത്തുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു മറുപടി പറയും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ എല്ലാ സ്നേഹത്തോടും കൂടിയിട്ട് ബൈ.